പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, പ്രിയ മക്കളെ, പലരും എനിക്ക് ഇമെയിലിലൂടെയും ടെലിഫോണിലൂടെയും ഞാൻ കേരളത്തിലാണോ എന്ന് ചോദിക്കുന്നു. ഞാൻ പറയാതെ പോരുന്നത്, ഞാനിപ്പോൾ യൂറോപ്പിലാണ്. ജൂൺ 5 വന്നു. ഞാൻ യൂറോപ്പിൽ 3 വലിയ കൺവെൻഷനുകൾ നടത്തി. ഒന്ന് ആദ്യമായിട്ട് ക്രൊയേഷ്യക്കാർക്ക് വേണ്ടിയിട്ട് ഓസ്ട്രിയയില്, അതുപോലെ ചെക്ക് റിപ്പബ്ലിക്കില്, പിന്നെ ഫ്രാൻസില്, എല്ലാം ആയിരക്കണക്കിന് ആളുകൾ പങ്കുകൊണ്ട കൺവെൻഷനുകൾ ആയിരുന്നു. അവരെല്ലാം ധ്യാനം എന്ന് പറഞ്ഞാലും യൂറോപ്പിൽ ധാരാളം പേർ വചനം കേൾക്കാൻ കാത്തിരിക്കുന്നതുകൊണ്ട് എനിക്ക് പ്രായമായെങ്കിലും മേലായെങ്കിലും ഞാൻ വരികയാണ്. മാത്രമല്ല, എനിക്ക് അവരോട് കടപ്പാടുണ്ടല്ലോ. ഞാൻ രോഗിയായിരുന്നപ്പോൾ, മരണാവസ്ഥയിലായിരുന്നപ്പോഴെല്ലാം എനിക്ക് വേണ്ടി പണം മുടക്കലും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും വന്നതും അന്വേഷിച്ചതുമെല്ലാം അവരാവുമ്പോൾ എനിക്ക് ചില ഉത്തരവാദിത്തം ആത്മീയമായിട്ട് അവരോട് ഉണ്ടല്ലോ, ഒരു കടപ്പാട്. അതുകൊണ്ടാണ് എനിക്ക് ആകാവുന്നിടത്തോളം കാലം, അവർക്ക് ആവശ്യമുള്ളിടത്തോളം കാലം ഇവിടെ വന്ന് അവർക്ക് ധ്യാനങ്ങൾ കൊടുക്കുക, ആധ്യാത്മികതയിലേക്ക് വളർത്തുക. പല ആളുകളും ചോദിച്ചു, അച്ഛന് അത് ഇപ്പോൾ നടക്കുന്ന നാട്ടിലെ വിവരങ്ങളും കേരളത്തിലെ, ഇന്ത്യയിലെ വിവരങ്ങളൊക്കെ അറിയുന്നില്ലേ? ഉണ്ട്. ഏറെ വേദനയോടുകൂടി ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരവസരമാണ്. മണിപ്പൂർ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി വേദനയുണ്ട്. അതിനെപ്പറ്റിയുള്ളതും രാഷ്ട്രീയവൽക്കരിക്കുന്ന ഓർക്കുമ്പോൾ അതാണ് ഏറ്റവും സങ്കടം. കണിശമായിട്ടും മതപീഡനം തന്നെയാണ്. നമുക്കറിയാം, മതപീഡനത്തെ പറ്റിയുള്ള ഒന്നും പരസ്യമായിട്ട് മീഡിയകളിലൊന്നും വരില്ല, വാർത്തകളിലൊന്നുമില്ല. മെയിനായിട്ട് BBC-യോ അല്ലെങ്കിൽ അമേരിക്കൻ ടെലിവിഷൻസ് ഒക്കെ നോക്കിയാൽ ഒരിടത്തും അതിനെപ്പറ്റി കാണുന്നില്ല. ഉദാഹരണം, നൈജീരിയയിൽ കഴിഞ്ഞ 14 വർഷമായിട്ട് 50,000 ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കി. ചെറിയ വാട്സാപ്പിൽ കൂടിയോ അല്ലെങ്കിൽ ചില ഫേസ്ബുക്കിലൂടെയൊക്കെ അറിയുന്നല്ലാതെ മെയിൻ ന്യൂസുകളിലൊന്നും ഒരിടത്ത് വരത്തില്ല. ഇവിടെ യൂറോപ്പിൽ ആർക്കും അധികം അറിയത്തില്ല. പിന്നെ യൂറോപ്പുമായിട്ട് കണക്ഷൻ ഉള്ളവരൊക്കെ പറഞ്ഞേ അറിയത്തുള്ളൂ. അതെ, നിങ്ങൾക്കറിയാം, 152ഓളം രാജ്യങ്ങളിൽ, നമുക്കറിയാം ലോകത്തിൽ ആപ്പാടെ 195 രാജ്യങ്ങളേ ഉള്ളൂ മതപീഡനമുണ്ട്. ഇത്രയും രാജ്യങ്ങളിലെ മതപീഡനത്തെപ്പറ്റി, മതപീഡനം ക്രൈസ്തവ മതപീഡനം ആണ്. അതിന് കാരണം നമുക്കറിയാം. ഉദാഹരണമായിട്ട് എല്ലാവിധ മൂല്യങ്ങളും ലോകത്തിന് സംഭാവന ചെയ്യുന്നത്, അതായത് ജീവിത മൂല്യങ്ങൾ, അതുപോലെ ധാർമ്മിക മൂല്യങ്ങൾ കൊടുക്കുന്നത് ക്രിസ്തീയതയാണ്. ക്രിസ്തീയതയിൽ നിന്നാണല്ലോ ഉദാഹരണം നല്ല ദാമ്പത്യ ജീവിതം, അതുപോലെ തന്നെ പുരുഷനുമായിട്ടുള്ള അല്ലെ സ്ത്രീയുമായിട്ടുള്ള ഒരേ ലിംഗത്തിൽപ്പെട്ട വിവാഹത്തിന് എതിരാണ് സഭ അല്ലെങ്കിൽ ക്രിസ്തീയത. അതുപോലെ തന്നെ ക്രിസ്തീയത പറയുന്നു പരസ്പരം ക്ഷമിച്ച് സ്നേഹിക്കുവാൻ. എന്നാൽ ലോകത്തിന്റെ ഗതി അതല്ല. യുദ്ധം ചെയ്യുക, ശത്രുവായിരിക്കുക, ശത്രുവിനെ പിണക്കുക, ശത്രുവാക്കുക, ആളുകളെ ഇരുക്കുകയാണ്. ശത്രുവിനെ സ്നേഹിക്കുക, അതൊന്നും നമ്മുടെ ക്രിസ്തീയതയൊന്നും ലോകത്തിൽ നിന്ന് സ്വീകരിക്കാൻ മേലാത്തൊരു കാലഘട്ടം. അതുപോലെ തന്നെ കൊല, നമുക്കറിയാം എത്ര കൊലകളാണ് നടക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം വായിക്കുകയുണ്ടായി, കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് 2,80,000 കൊലപാതകങ്ങൾ, അടിച്ചു കൊന്നത് അല്ലെങ്കിൽ തല്ലിക്കൊന്നത്, കൈകൊണ്ട് കൊന്നത് അല്ലെങ്കിൽ വെടിവെച്ചു കൊന്നത് ഒക്കെയുണ്ട്. ഇതൊക്കെ ഓർക്കുമ്പോൾ അത് ലോകമാകപ്പാടെ പോകുന്നത്. ഇതിനെല്ലാം എതിരാണ് നമുക്കറിയാം ക്രിസ്തീയത പറയുന്നത് ശത്രുവിനെ സ്നേഹിക്കണം, നിന്നോട് പിണങ്ങിയിരിക്കുന്നതോട് രമ്യപ്പെടണം. ഇതൊന്നും ഒരിക്കലും ലോകത്തെ അങ്ങോട്ട് സ്വീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ലോകം സടകുടഞ്ഞ് എഴുന്നേൽക്കുകയാണ്. അതാ ക്രിസ്തീയതയ്ക്കെതിരായി. അതുപോലെ തന്നെ ഗർഭസ്ഥ ശിശുവിനെ കൊല്ലുക, നമുക്കറിയാം ഭ്രൂണഹത്യ, സഭ അതിനെതിരായിട്ട് നിലകൊള്ളുന്നു. അപ്പം അതും അതെ, അങ്ങനത്തുള്ള ധാർമ്മിക മൂല്യങ്ങൾ ഇന്ന് പോയ മൂലിച്ചുതി വന്ന ഒരു ലോകമാണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അവിടെ അതെ, നമുക്ക് ക്രിസ്ത്യാനികൾക്ക് ഒരു ദൗത്യമുണ്ട്. മൂല്യങ്ങൾ ഉറപ്പിച്ച്, മൂല്യങ്ങൾ സാക്ഷ്യം വഹിച്ച് മൂല്യങ്ങൾ കൊടുക്കുക. അപ്പോൾ കണിശമായിട്ടും ലോകം നമ്മളെ അത് വെറുക്കും. അത് ഈശോ തന്നെ നമ്മോട് പറഞ്ഞിട്ടുള്ളതാണ്, ലോകം നിങ്ങളെ വെറുക്കും. നിങ്ങൾ ലോകത്തിൻ്റെതായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പീഡനം ഉണ്ടാവുകയില്ലായിരുന്നുവെന്ന്. അപ്പോൾ ഈ പീഡനം അത് നമുക്ക് കാണാൻ സാധിക്കും, എല്ലായിടത്തും വന്നുകൊണ്ടിരിക്കും. ഉദാഹരണം, യേശു ഏകരക്ഷകനാണ് പ്രഘോഷിക്കുക, അല്ല യേശുവിടെ മാത്രമാണ് രക്ഷ എന്ന് പറയുക, യേശുവാണ് വഴിയും സത്യവും ജീവനും എന്ന് പ്രഘോഷിക്കുക. ഇതൊക്കെ ലോകത്തെ പ്രകോപിപ്പിക്കുകയാണ്. കാരണം ഇതിലൂടെയെല്ലാം നമ്മൾ പങ്കുവെച്ചു കൊടുക്കുന്നത് അത് മൂല്യങ്ങൾ ആണ്. അതുപോലെ നമ്മുടെ സ്ഥാപനങ്ങൾ മൂല്യങ്ങൾ കൊടുക്കുന്നു.
ഒരുപക്ഷെ ഹോസ്റ്റലുകളായിരിക്കാം, സ്കൂളുകളായിരിക്കാം, ആശുപത്രികളായിരിക്കാം, കോളേജുകളായിരിക്കാം. ഇതെല്ലാം ക്രിസ്തീയ മൂല്യങ്ങൾ കൊടുക്കുന്നു. അപ്പോൾ ക്രിസ്തീയ മൂല്യങ്ങൾ എന്ന് പറയുന്നത് വാസ്തവത്തിൽ എന്താണ്? മാനുഷിക മൂല്യങ്ങളാണ്, മാനവികതയാണ്. അത് മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല. ഈ മൂല്യങ്ങളെല്ലാം വരുന്നത് 10 കൽപ്പനകളിൽ നിന്നാണ്. 10 കൽപ്പന ക്രിസ്ത്യാനിയുടെ മാത്രം കുത്തകയല്ല, ലോകത്തിന് ദൈവം കൊടുത്തതാണ്. അത് മുസ്ലിങ്ങൾക്കും ഉണ്ട്. മറ്റെല്ലാ മതങ്ങളിലും കാണാൻ സാധിക്കും. 1, 2, 3, 10 എണ്ണി പറഞ്ഞിട്ടില്ല എങ്കിലും ഈ 10 കൽപ്പനകളും എല്ലാ മതങ്ങളിലും ഉണ്ട്. അതിൽ നിന്നാണ് എല്ലാ മൂല്യങ്ങളും ഉണ്ടാകുന്നത്. ഈ മൂല്യങ്ങൾ ശക്തമായിട്ട് പ്രഘോഷിക്കുന്നതും സത്യമായിട്ട് ഏറ്റുപറയുന്നതും അതിനുവേണ്ടി നിലകൊള്ളുന്നതും മരിക്കാൻ പോലും തയ്യാറായിരിക്കുന്നതും ആരാണ്? ക്രിസ്ത്യാനികൾ ആണ്, ക്രൈസ്തവത ആണ്. അപ്പൊ ഈ ക്രൈസ്തവതയ്ക്കെതിരായിട്ടുള്ള ഒരു സടകുടഞ്ഞ് എഴുന്നേൽക്കൽ, ലോകത്തിന്റെ ഉയർപ്പാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്കേറെ പ്രാർത്ഥന ആവശ്യമാണ്. ഈ കാലഘട്ടത്തിൽ മക്കളെ, ഞാൻ രാത്രിയിലും പകലും എന്റെ വേദനയെല്ലാം സമർപ്പിച്ച് ക്രൂശിതനായ ഈശോയുടെ ഞാൻ പൊട്ടിക്കരയാണ്, പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് എന്റെ സ്നേഹിതരോടും എന്റെ ചില പ്രസംഗങ്ങൾ കേൾക്കുകയും എന്റെ ധ്യാനങ്ങൾ കൂടുകയും ചെയ്ത മലയാളികളായ നിങ്ങളോട് പറയുവാനുള്ളത്, ഈ അവസരത്തിൽ നമ്മൾ പ്രകോപിപ്പിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഈ അവസരത്തിൽ കൂടുതലായിട്ട് ശാന്തമായിട്ട് പ്രാർത്ഥിക്കുക. ആദിമ സഭയിലാണെങ്കിൽ നമ്മൾ വായിക്കുന്നുണ്ടോ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ, അതായത് വിജാതിയർ എപ്രകാരം ക്രിസ്തുവിനെ പീഡിപ്പിച്ചു, ക്രിസ്തുവിന്റെ അനുയായികളെ പീഡിപ്പിച്ചു, അവർ ഒന്നു ചേർന്നപ്പോൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചു. അവർ പറഞ്ഞ കർത്താവ് ഇതെല്ലാം അങ്ങയുടെ ഹിതമായിരുന്നുവെന്ന്. അപ്പോൾ ആ ഹിതത്തെ വിട്ടുകൊടുത്തുകൊണ്ട്, മാത്രമല്ല ഈ വിജാതിയർ എന്തിന് ഒന്നിച്ചുകൂടി നമുക്കെതിരായി, അത് കർത്താവ് അറിയാൻ ഒന്നും സംഭവിക്കുന്നില്ല. വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നമ്മുടെ ആത്മവിശുദ്ധീകരണത്തിനും കൂടി ആയിരിക്കാം അല്ലേ എന്ന് നമ്മൾ ചിന്തിക്കണം. ഞാൻ ചില പ്രസംഗങ്ങളിലൂടെ മുൻകൂട്ടി പറയുണ്ടായി, സഭയ്ക്ക് വലിയൊരു ശുദ്ധീകരണം വരാൻ പോകുന്നുവെന്ന്. അതിന്റെ ഒരു കാലഘട്ടമല്ലേ ഇത്? ഈ ശുദ്ധീകരണത്തിലൂടെ കടന്നു പോയെങ്കിലേ സഭ ശക്തിപ്പെടുകയുള്ളൂ. അപ്പോൾ അത് ശുദ്ധീകരണത്തിന്റെ കാലം, ഞാൻ പറഞ്ഞു വടിവെട്ടാൻ പോരേ ഉള്ളൂ എന്ന് ഞാൻ വിഴിഞ്ഞം പരിപാടി നടന്നപ്പോൾ പറയുണ്ടായി. എല്ലായിടത്തും നമ്മൾ അവഗണിക്കപ്പെടും, നമ്മളെ മാറ്റി നിർത്തും, പീഡിപ്പിക്കും. ഇത് ഈശോ പറയാത്തൊന്നും ഇപ്പൊ നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കാര്യം നല്ലപോലെ മനസ്സിലാക്കുക. എല്ലാം തമ്പുരാൻ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. അതുകൊണ്ട് ആരോടും കോപം വെച്ചുകൊണ്ടിരിക്കരുത്. ഈ പീഡിപ്പിക്കുന്നവരെ കൂടി മനസ്സിൽ കണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ മനഃശാസ്ത്രത്തിന് വേണ്ടിയല്ല, അവർക്ക് നന്മയുണ്ടാകാൻ വെറുതെ അങ്ങ് പ്രാർത്ഥിക്കുക. പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് കർത്താവ് പറഞ്ഞത്. അവർക്ക് അനുഗ്രഹം ഉണ്ടാകാൻ സ്നേഹപൂർവ്വം. അവർ ആരോടും ഒരു വിദ്വേഷം എന്റെ മക്കളെ മനസ്സിൽ വെച്ചു പുലർത്തത്. നമുക്ക് എന്റെ പിഴ, എന്റെ വലിയ പിഴ എന്ന് പറഞ്ഞുകൊണ്ട് അത് അവരുടെ പിഴ, അവരുടെ വലിയ പിഴ എന്ന് പറയരുത്. പിന്നെയോ അവരെ അനുഗ്രഹിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ഈ അവസരത്തിൽ ചെയ്യേണ്ടത് അതാണ്. ഞാൻ കേരളത്തിലെ മത മേധാവികൾ മണിപ്പൂരിലേക്ക് തന്നെ പോകണം. പോയി അവരെ സ്വാന്തനപ്പെടുത്തുക. രാഷ്ട്രീയമായിട്ടല്ല, അവർക്ക് സ്നേഹം പകർന്നു കൊടുക്കുക. ഇനിയും അവർക്ക് എല്ലാം നഷ്ടപ്പെട്ടതല്ലേ. അതെനിക്ക് മത നേതൃത്വത്തിലുള്ളവരോട് പറയാണ്. എല്ലാ സമുദായത്തിലെയും മത നേതാക്കന്മാർ ഒന്നിച്ചൊന്ന് ചേർന്ന് മണിപ്പൂരിലേക്ക് നോക്കൂ, അവരുടെ വിഷമങ്ങൾ കണ്ടവരെ ആശ്വസിപ്പിക്കൂ. അതൊക്കെ കർത്താവ് പറഞ്ഞിട്ടുള്ളതല്ലേ. അതുപോലെ തന്നെ ജനങ്ങളും ആ കൂടെ ഒപ്പം നിന്നുകൊണ്ട് ബിഷപ്പ്മാരോടുകൂടിയോ അല്ലെങ്കിൽ അധികാരികളോടുകൂടി. ഇപ്പോൾ നമുക്ക് വേണ്ടത് നമ്മുടെ സഭയ്ക്കകത്ത് ആഭ്യന്തര വഴക്കുകൾ അല്ലെങ്കിൽ ആഭ്യന്തരമായിട്ടുള്ള ഭിന്നതകളൊക്കെ മൂർച്ച കൂട്ടുകയല്ല ചെയ്യേണ്ടത്. അതൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് നമ്മുടെ സഭയെ ഒന്നിച്ച് നിർത്തിക്കൊണ്ട് പാവങ്ങളോട്, വേദന അനുഭവിക്കുന്നവരോട്, പീഡിതരോട് കരുണ കാണിക്കുക. ഒരു കരുണ കാണിക്കേണ്ട കാലഘട്ടം ആണ് എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. ഞാൻ പറയുന്നത് അത് ഈ പ്രസംഗമാണെങ്കിൽ അങ്ങ് ക്ഷമിക്കുക എന്നോട്, അതേ ഞാൻ പറയുള്ളൂ. ഇന്നിപ്പോ ഞാൻ കാണുന്നത് നമ്മുടെ ലോക്കലായിട്ടുള്ള ചില പ്രശ്നങ്ങൾക്കൊക്കെ ഊരി വീർപ്പിച്ച് അതിനു വേണ്ടി ബഹളവും ബഹളക്കും എല്ലാം ഉണ്ടാക്കുന്നു. ഇത് ഈശോയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒന്നല്ല. ഇന്നിപ്പം കേരള സഭയിൽ നിന്ന് ഈശോ ആഗ്രഹിക്കുന്നത് ഒന്നായിട്ട് ഇപ്പോൾ കേരളത്തിലും അതുപോലെ തന്നെ ലോകത്തിൽ മുൻ നടക്കുന്ന പീഡിപ്പിക്കുന്ന സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവർക്ക് കഴിവ് സഹായങ്ങൾ കൊടുക്കുക. എന്നിട്ട് സഭയുടെ ഈ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ പോയി സഭ ശുദ്ധീകൃതമായി ഒന്ന് ഉയർത്തെഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ മൂല്യങ്ങൾ അപ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയും. മൂല്യച്യുതികളെല്ലാം മാറ്റി നമ്മുടെ കേരള സഭ ശുദ്ധീകരിക്കപ്പെട്ട ഒരു സഭയാകണം. അപ്പോൾ നമുക്ക് കർത്താവ് അനുഗ്രഹം തരും. സഭ നശിച്ചൊന്നും പോകാൻ പോകുന്നില്ല. അത് ആരും നോക്കേണ്ട ആവശ്യമില്ല. വംശീകരണം എന്ന് പറഞ്ഞ് നടക്കാൻ പോകുന്നില്ല. അവിടെ വംശഹത്യ ഒന്നും നടക്കാൻ പോകുന്നില്ല. നമ്മുടെ സഭ നിലനിൽക്കും. പക്ഷെ വിശുദ്ധീകരിച്ച ഒരു സഭയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ഞാൻ ഇതേപ്പറ്റി ഒരു വീഡിയോ പിന്നെ തരാം. ഇപ്പോൾ ഞാൻ ഒത്തിരി പേര് എന്നോട് വിളിച്ചു ചോദിക്കുന്നു, അച്ഛൻ എവിടെയാണ്?
അതുകൊണ്ടാണ് ഞാൻ യൂറോപ്പിലാണ്. ഇവിടെ ധ്യാനങ്ങൾ കൊടുക്കുന്നു, സന്തോഷമായിട്ട് പോകുന്നു. അതെ, ഞാൻ സ്ലോവാക്യയിൽ ധ്യാനത്തിൽ ചെന്നപ്പോൾ അവിടെ നമുക്കറിയാം 2 കൂട്ടരും കത്തോലിക്കരുണ്ട്. അതായത് ലത്തീൻ കത്തോലിക്കരും അതുപോലെ തന്നെ ലത്തീൻ സഭയോട് കൂടിച്ചേർന്നതായ നമ്മുടെ മലങ്കര സഭ പോലെയുള്ള ഒരു സഭയുണ്ട്. അതാണ് ഗ്രീക്ക് കത്തോലിക്കർ എന്ന് പറയും. അവിടെ യാതൊരു മത്സരവുമില്ല. എല്ലാവരും ഒന്നിച്ച് സ്നേഹിച്ച് ഒരേ കുർബാന പരസ്പരവും ചൊല്ലും. ഞാൻ അവരുടെ പള്ളിയിൽ പോയി അവരുടെ കുർബാനയെ സംബന്ധിച്ചു, സമൂഹബലി ചൊല്ലി. അവിടുത്തെ മെത്രാൻ തന്നെ വന്ന് ലത്തീൻ ക്രമത്തിൽ കുർബാന എന്റെ കൺവെൻഷൻ നടത്തി. അവിടുത്തെ അച്ഛന്മാരെല്ലാം വരും, കുംശാൽപ്പിക്കും, കുർബാന കഴിക്കും. പ്രശ്നമില്ല. അവര് അവരുടെ രീതിയിൽ അവരുടെ പാരമ്പര്യത്തിൽ നിൽക്കുന്നു. പക്ഷെ അവർ ഒന്നിച്ചേർന്ന സ്നേഹത്തിൽ ഒരേ ബലി സംബന്ധിക്കും, ഒന്നിച്ച് ആഹാരം കഴിക്കും, ഒന്നിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും, കല്യാണങ്ങൾ കഴിക്കും. അത് ഗ്രീക്ക് കാത്തലിക്സ് എന്ന് പറയും. അവർ ഗ്രീക്ക് ഓർത്തഡോക്സിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ചേർന്നവരാണ്. അത് അങ്ങനെയുള്ളതെല്ലാം ഇവിടെ ഉണ്ട്. ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. എന്റെ 2 കൺവെൻഷൻ 2-3 നാളുകൾ മുമ്പൊക്കെ ഓർഗനൈസ് ചെയ്ത് ഗ്രീക്ക് കത്തോലിക്ക ബിഷപ്പ്മാരുണ്ട്. പക്ഷെ അവിടെയെല്ലാം ഞാൻ ലത്തീനിലാണ് കുർബാന ചെയ്തത്. എന്റെ കൺവെൻഷൻ മുമ്പ് അവരും ലത്തീൻ കുർബാന ചെയ്തു. അപ്പൊ അങ്ങനെയൊക്കെ ഒത്തിരി സഹകരണവും സ്നേഹവും ഉള്ളതുകൊണ്ട് നിലനിന്ന് പോകുന്നു. അവർ അത് സാക്ഷ്യം കൊടുത്തു പോകുന്നു. അപ്പൊ ഇവിടെ വരുമ്പോൾ ഒരു സന്തോഷമാകട്ടെ. അതുപോലെ തന്നെ ഈയിടെ ഞാൻ കേരളത്തിൽ പോയിരുന്നതിന് മുമ്പ്, അതായത് ഈ മാസം ജൂൺ മാസം ആദ്യം ബ്രസീലിൽ നിന്ന് വന്ന ഒരു അച്ഛൻ, അതുപോലെ 2 അച്ഛന്മാർ ജർമ്മനിയിൽ നിന്ന് വന്നവര്, ഇറ്റലിയിൽ നിന്ന് വന്ന 3 അച്ഛന്മാരൊക്കെ കണ്ടപ്പോൾ അവർ പറയാം, എന്റെ അച്ഛൻ കേരളത്തിലേക്ക് വരുമ്പോൾ എന്തോ ഒരു ഭാരം അനുഭവപ്പെടുകയാണ്. ഞാൻ പണ്ട് പ്രസംഗത്തിൽ പറയുമായിരുന്നു, ഓരോ രാജ്യങ്ങളിൽ വിമാനത്തിൽ ചെല്ലുമ്പോൾ അവിടുത്തെ തിന്മയുടെ ഭാരം നമുക്ക് അനുഭവപ്പെടുമെന്ന്. പണ്ട് റഷ്യക്ക് പോയപ്പോൾ ഞാൻ അനുഭവിച്ചാണ്. ഉക്രൈനിൽ പോയപ്പോൾ അനുഭവിച്ചതായിരുന്നു. അതെ, ഞാൻ പലരോടും പറയുമായിരുന്നു. അത് ചില ജർമ്മനി വരുമ്പോഴും അതുണ്ട്. അത് കേരളത്തിൽ വരുമ്പോൾ എന്ത് ലൈറ്റാണ്, എന്ത് കൃപയുടെ ഒരു അനുഭവമാണ്. കേരളത്തിലേക്ക് പോകാൻ ആശയാണ്. ഈ അച്ഛന്മാർ പറഞ്ഞപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ വിഷമാണ്. എനിക്കും അത് തന്നെയാണ്. കേരളത്തിലെ ഈ തിന്മകളെല്ലാം ഇങ്ങനെ നമ്മുടെ അന്തരീക്ഷത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ കേരളത്തിലേക്ക് പോകാൻ ആളുകൾക്ക് ഇഷ്ടമല്ല. മനസ്സിൽ സമാധാനം കിട്ടിയവരുടെ വന്നാൽ, കാരണം എവിടെയും ശണ്ട, വഴക്ക് ഇതെല്ലാമാണ്. അതുകൊണ്ട് നമുക്ക് അത് സ്നേഹത്തിൽ ജീവിക്കാം. എന്നിട്ട് മറ്റു മതങ്ങളെ പറ്റിയുള്ള സ്പർദ്ധ പറച്ചിലും പ്രസംഗവും അങ്ങ് നിർത്തുക. ഈ സ്പർദ്ധ പ്രസംഗങ്ങൾ നിർത്തുക. എന്നിട്ട് സ്നേഹത്തെ കഴിയുക. നമ്മുടെ കേരളം അത് മതസൗഹാർദ്ദതയ്ക്ക് ഒരിക്കൽ കേൾക്കപ്പെട്ട ഒരു രാജ്യമായിരുന്നു. ഇന്നിപ്പോൾ അതങ്ങോട്ട് പോയിട്ട് അത് മതങ്ങൾ തമ്മിലുള്ള അടിപിടി. നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റി സ്നേഹത്തിന്റെ ഒരു യുഗത്തിലേക്ക് കടന്നു വരാം. അപ്പോൾ കേരളത്തിലേക്ക് വരാനും ആളുകൾക്ക് തോന്നും. ഇപ്പം കേരളീയർക്ക് തന്നെ തോന്നില്ല കേരളത്തിലേക്ക് വരാനായിട്ട്. പണ്ടുണ്ടായിരുന്ന ശാന്തി, സമാധാനം, കൃപ നമ്മുടെ നാട്ടിൽ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് നമുക്ക് കൃപയുടെ ഒരു സംസ്ഥാനമായിട്ട്, കൃപയുടെ രാജ്യമായിട്ട് കാത്തുകൊണ്ട് ഈ കൃപ മറ്റുള്ളവർക്കും കൊടുക്കുന്നവരായി തീരാം. ഞങ്ങളെല്ലാവർക്കും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും എന്റെ ഹൃദയത്തിൽ ഞാൻ വെച്ച് എന്റെ ബലി സമയത്തും ആരാധന സമയത്തും ഒക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷെക്കീന ടെലിവിഷനിൽ കൂടിയും കാരിഷ് ഭവനിൽ കൂടിയും ഞാനുമായി ബന്ധം പുലർത്തുകയും ധ്യാനം കൂടുകയും ചെയ്ത് എല്ലാവരെയും മനസ്സിൽ ഓർക്കും എന്നും. അതുകൊണ്ട് നിങ്ങളാരും അകന്നല്ല ഇരിക്കുന്നത്. യൂറോപ്പിൽ ഞാനാണെങ്കിലും ഞാൻ ഒക്ടോബർ അവസാനം തിരിച്ചു വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു കാരിഷ് ഭവനിൽ എന്റെ ധ്യാനങ്ങൾ കാണും. ഷെക്കീനാരും പരിപാടികൾ അവരെന്നെ വിളിച്ചാൽ കാണും. അതൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോഴും എന്റെ കേരളത്തിലെ ആളുകളും എന്റെ ഹൃദയത്തിലുണ്ട്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഐ ലവ് യു. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോ നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് സംഭ്രമിപ്പിക്കരുത്, ആകുലപ്പെടരുത്. വിഷമമുണ്ട്. ആ വിഷമമെല്ലാം ക്രൂശിതനായ ഈശോയ്ക്ക് അർപ്പിച്ചുകൊണ്ട് നമ്മുടെ സഭയ്ക്ക് എല്ലാം നന്മയ്ക്കായി ഭവിക്കുവാൻ ആത്മാവിന്റെ കൃപയുണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം. കാരണം ഇവിടെ കർത്താവ് ഈ നിമിഷം ഞാൻ എന്റെ ഈ കേരളത്തിലെ മക്കളുമായിട്ട് പങ്കുവെക്കുകയായിരുന്നു. ഞാൻ എവിടെയാണെന്നും എന്താണെന്നും. കർത്താവ് ഈ അവസരത്തിൽ ഇവരോരോ അനുഗ്രഹം കൊടുത്ത് കാത്തുവിടണമേ. ഒരു വെറുപ്പും കൂടാതെ കണ്ട് കർത്താവ് പീഡിപ്പിക്കുന്നവർക്ക് കൂടി അനുഗ്രഹം കൊടുക്കാൻ പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹം ഇവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ ഈ നിമിഷം കേരള സഭയുടെ വളർച്ചയുടെ ഒരു സമയമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആന്തരികമായിട്ട് കേരള സഭയിലുള്ള ഷണ്ടകളും വഴക്കുകളും എല്ലാം തീർന്ന് സഭ ഐക്യത്തിൽ എത്തിച്ചേരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. കർത്താവ് ഇത് കേൾക്കുന്ന ഇവരോരോരുത്തരെയും ഇവിടെ കുടുംബങ്ങളെയും ഈശോ അങ്ങ് സ്നേഹത്തിന്റെ ആ ഹൃദയത്തിലേക്ക് മാതാവിന്റെ ഹൃദയത്തോട് അർപ്പിക്കുന്നു. ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. കെട്ടുവാനും അഴിക്കുവാനും ആശീർവദിക്കുവാനും അനുഗ്രഹിക്കുവാനും എന്റെ കർത്താവിനുള്ള അധികാരത്തിലൂടെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കുടുംബങ്ങളെയും ഈശോ കൽപ്പിച്ച് ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ.